തന്ത്രങ്ങളും നിങ്ങളുടെ അജണ്ടയും ഇത്തവണ പാളി എന്ന പ്രതിപക്ഷത്തിന്റെ ആത്മവിശ്വാസത്തെ കുറിച്ച് എന്ത് പറയും? നിഷ, ഞങ്ങളുടെ തന്ത്രങ്ങളും ഞങ്ങളുടെ അജണ്ടകളും ഒക്കെ പാളിപ്പോയി എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് തോൽക്കണമല്ലോ. പിന്നെ ഊഞ്ഞാലാട്ടിയതല്ലേ? ഞങ്ങൾ തോൽക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും ആരും തന്നെ സംസാരിക്കുന്നില്ല. ഇവിടെ യോഗേന്ദ്ര യാദവ് പോലും പറയുന്നത് BJP 272 കടക്കില്ല എന്നാണ്. പിന്നെ എത്ര 260 കടക്കുന്നാണോ അതോ 250 കടക്കുന്നാണോ? ഇനി BJP 250 കടന്നാൽ പോലും വേറെ ആരെങ്കിലും ഇവിടെ ഭരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടോ? ഇല്ല. അത് പിന്നെ ഒറീസയില് പാർട്ടിയുടെ വോട്ട് മുമ്പോട്ട് അല്ലെങ്കിൽ സീറ്റുകൾ മുമ്പോട്ട് പോകാനാണ് പോകുന്നത്. തെലങ്കാനയിൽ മുമ്പോട്ട് പോകാനാണ് പോകുന്നത്. അപ്പൊ ഇവരെവിടെയാണ് ഈ ദിവാസ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സ്വപ്നം കാണുന്നതിന് കാശിലൊന്നുമില്ലല്ലോ മച്ചു. ജൂൺ 4 വരെ എന്തും പറയാമല്ലോ. അപ്പൊ എന്തും പറയുന്നതിന്റെ കൂട്ടത്തിൽ അദ്ദേഹം പറയുന്നതായിട്ട് മാത്രമേ ഞാൻ ഇതിനെയൊക്കെ കണക്കാക്കുന്നുള്ളൂ. അവരെ പല്ലെറിഞ്ഞിട്ട് കാര്യമില്ല.